ഹലോ ഫ്രണ്ട്സ്, എ ജി പ്ലസ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുർഗി ഓർ ബുലാക്കി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. അനുവർത്തി കാര്യം എ കഥൻ പടേ എന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങൾ വായിക്കാമെന്ന്. മേം പ്യാസെ ഉസ്കോ മുർഗി ബുലാത്തി ദി കബി ബുലാക്കി. ഞാൻ സ്നേഹത്തോടെ അവളെ മുർഗി എന്ന് വിളിച്ചിരുന്നു, ചിലപ്പോൾ ബുലാക്കി എന്നും. രീ മുർഗി किसके कानों में पड़ेंगी और किसकी नाक में बुलाक की तरह चमकेंगी എന്ന് പറഞ്ഞാൽ എടി മുർഗി ആരുടെ കാതിലെ കമലാകും, ആരുടെ മൂക്കിലെ മൂക്കൂത്തിയായി തിളങ്ങുന്നു. കിസി ദയാലു വ്യക്തി സെ രാഹ് കാ ബാഡ ലേക്കർ ലൗട്ടായി നഹി തോ ന ജാനെ കഹാം ഭട്കതി. ഏതോ മനസ്സലിവുള്ള ആളിൽ നിന്ന് യാത്രയ്ക്കുള്ള പൈസ വാങ്ങി മടങ്ങി വന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെ അലയുമായിരുന്നു. നെക്സ്റ്റ് ലൈൻ മേരെ ജീത്തെ ജി കബി കോയി തുझसे യഹ് ചാബി നഹി ചീനേങ്ക. അപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കെ ആരും ഒരിക്കലും നിന്നിൽ നിന്ന് ഈ താക്കോൽ എടുക്കുകയില്ലെന്ന്. ഇൻ കഥനോക്ക് ആധാർ പർ രാജവന്തിക്ക് ചരിത്ര പർ ടിപ്പണി ലിഖെ. ഈ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി രാജവന്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ രാജവന്തി മാതൃഹീൻ മുർഗിക്കോ മാക്ക പ്യാർ ദേത്തി തി. രാജവന്തി മാതൃഹീനയായ മുർഗിക്ക് മാതാവിൻ്റെ വാത്സല്യം നൽകിയിരുന്നു. വഹ് മുർഗിക്കോ നൗകരാനി നഹി സമസ്തിതി എന്ന് പറഞ്ഞാൽ അവൾ മുർഗിയെ ഒരു വേലക്കാരിയായിട്ടല്ല കണ്ടതെന്നു. സ്നേഹി മാക്കി തരക് മുർഗിക്ക് ഭവിഷ്യക്ക് ചിന്ത കർത്തേതി എന്ന് പറഞ്ഞാൽ സ്നേഹനിധിയായ ഒരു അമ്മയെപ്പോലെ മുർഗിയുടെ ഭാവിയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന്. നെക്സ്റ്റ് ലൈനിൽ എന്താ പറയുന്നത്? कोई बेटी को वापस पाने पर आश्वस्त माँ की तरह राजवंती मुर्गी को अभय की छाया देती है और आयु भर संरक्षण का वचन देकर उसे निश्चिंत कर देती है. कोई बेटी को എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ മകളെ വാപ്പസ് പാനെ പർ തിരിച്ചു കിട്ടുമ്പോൾ ആശ്വസ്ത് മാക്കി തരക് എന്ന് പറഞ്ഞാൽ ആശ്വസിക്കുന്ന അമ്മയെ പോലെ രാജവന്തി മുർഗിക്കോ അഭയ്ക്ക് ഛായ ദേത്തി ഹെ. രാജവതി എന്താണ് ചെയ്യുന്നത്? മുർഗിക്ക് അഭയത്തിൻ്റെ ഒരു തണൽ നൽകുകയാണ്. और ആയുബർ സംരക്ഷണക്ക വചൻ ദേക്കർ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്ത് വചൻ ദേക്കർ ഉസെ നിശ്ചിന്ത് കർ ദേത്തി ഹെ. നിശ്ചിന്ത് കർ ദേത്തി ഹെ എന്ന് പറഞ്ഞാൽ അവളുടെ മനക്ലേശം ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.